നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പറഞ്ഞിട്ടും അത് ഏറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി അവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവും ചട്ടവും ഒക്കെ പറയട്ടെ എന്നാണ് മാധ്യമങ്ങളിലെ വാർത്തകൾ. അതായത് വലിയ തിരിച്ചടി രാഹുലിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് മാധ്യമ വാർത്തകൾ. ചില അസാധാരണമായ നീക്കങ്ങളാണ് രാഹുൽ വിഷയത്തിൽ SITയും കാണിക്കുന്നത്. അതായത് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാതെ ധാർഷ്ട്യം കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അതൊരു ഗസറ്റഡ് ഓഫീസറിന്റെ മേൽനോട്ടത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുകൂടാതെ രാഹുലിന്റെ അറസ്റ്റ് വീട്ടുകാർ അറിഞ്ഞു എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി രാഹുലിനെ കാണാനെത്തിയ ബന്ധുവിനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കുന്നു. ഇത്തരത്തിലുള്ള ചില അസാധാരണമായ നീക്കങ്ങൾ SIT വല്ലാതെ വ്യഗ്രത കാണിക്കുകയാണ്. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. വ്യത്യസ്തനായൊരു കുറ്റാരോപിതനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഈ രാഹുലിൻ്റെ കളികൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം SITയുടെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന നിലപാടാണ് രാഹുൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു, ആദ്യം അവിടെ പാലക്കാട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. രാവിലെ 7:30 മണിക്ക് പൂങ്കുഴലിൽ തന്നെയാണ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ അവിടെ എത്തിയത്. മികച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. പക്ഷെ അവരുടെ മുന്നിൽ വലിയ തൻ്റെടമാണ് രാഹുൽ പ്രകടിപ്പിച്ചത്, വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ രാഹുലിൻ്റെ അഭിഭാഷകരുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ഭരണഘടന ലംഘനമാണ്. ഒരു MLA എന്നുള്ള നിലയിൽ ഒരു പ്രിവിലേജ് അല്ല അവർ പറയുന്നത്. ഒരു സാധാരണക്കാരന് നേർക്കായാൽ പോലും ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയ അതിക്രമമാണ്. എന്തുകൊണ്ടാണ് SITയുടെ ഈ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായത് എന്ന് നിയമവിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ DGP TP സെൻകുമാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അറസ്റ്റിൽ പിന്നീടുള്ള നടപടിക്രമങ്ങളിൽ അടിമുടി വീഴ്ച സംഭവിച്ചു എന്നത് വ്യക്തമാണ്. ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ്. കാരണം അത് വ്യക്തമാക്കുന്ന തുടർ നടപടികളാണ് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. അവിടെയാണ് രാഹുലിനും അഭിഭാഷകനുമൊക്കെ ഇന്ന് കോടതിയിലെത്തിയപ്പോൾ വലിയൊരു ആത്മവിശ്വാസമുള്ളത്. പക്ഷേ പ്രക്ഷോഭ ആദ്യം പറഞ്ഞു രാഹുലിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു, 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടത്. അതൊരു തിരിച്ചടിയല്ല. കാരണം ഇവിടെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ ചില വിഷയങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അവിടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളുണ്ട്. അതിലൊരു മുഖ്യ പ്രശ്നം ഈ പരാതിക്കാരിയുടെ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഒരു മൊബൈൽ ഫോണിൽ പകർത്തി അത് ലാപ്ടോപ്പിൽ സൂക്ഷിച്ചുവെന്നാണ്. അപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായി ആ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കണ്ടെത്തേണ്ടതുണ്ട്. ദൃശ്യങ്ങൾ അത്ര നിസ്സാരമായ ദൃശ്യങ്ങളുമല്ല, അപ്പോൾ നിർബന്ധമായത് കണ്ടെത്തണം. ഇത്തരം ആവശ്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ കോടതിക്ക് അത് നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രതിയെ ഓൾറെഡി റിമാൻഡ് ചെയ്തു. എന്നാൽ കോടതി റിമാൻഡ് ചെയ്തതും SIT അറസ്റ്റ് ചെയ്തതും മുൻ DGP ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ. ഈ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് TP സെൻകുമാർ തുറന്നു പറഞ്ഞിരുന്നു. സെൻകുമാറിനെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളല്ല, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളല്ല. നാളിതുവരെ ഏതെങ്കിലും തലത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി TP സെൻകുമാർ ബന്ധപ്പെട്ടു എന്നതിൻ്റെ യാതൊരുവിധ വാർത്തകളോ തെളിവുകളോ നമുക്ക് മുന്നിലില്ല. അപ്പോൾ ഒരു സ്വതന്ത്ര അഭിപ്രായം ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ TP സെൻകുമാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് SIT വല്ലാതെ പരിഭ്രമത്തിലാഴ്ത്തും. കാരണം സെൻകുമാറിനറിയാം, ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിൻ്റെ DGP ആയിരുന്നു. അപ്പോൾ സെൻകുമാറിനറിയാം. അവിടെയാണ് ഇപ്പോൾ AIG ആയിരിക്കുന്ന പൂങ്കുഴലി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരിഭ്രമിക്കുന്നത്. ഇപ്പോൾ അവർ വലിയ ഒരു പരിഭ്രമത്തിലാണ്. കാരണം ഭരണകൂടത്തിന് വേണ്ടി ഒരു വിടുപണി ചെയ്തതുപോലെ അർദ്ധരാത്രി കഴിഞ്ഞ് 12:30 മണിക്ക് പാലക്കാട് ഒരു തീവ്രവാദിയെ പിടികൂടുന്നത് പോലെ രാഹുലിനെ തൂക്കിയെടുത്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നു. അതിന് ഭരണകൂടം പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളി എന്നുള്ള നിലയിലാണ്. പക്ഷേ സ്ഥിരം കുറ്റവാളി എന്ന് നമുക്ക് രാഹുലിനെ മുദ്രയടിക്കാൻ പറ്റില്ല. കുറ്റാരോപിതനാണ്. 2 പരാതികൾ. ഈ 2 പരാതികളും നമ്മൾ 2 തട്ടിലുള്ള കോടതികൾ പരിശോധിക്കുന്നത് കണ്ടു. ആദ്യം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിശോധിക്കുന്നത് കണ്ടു. പിന്നീട് ഹൈക്കോടതി ഈ 2 കേസുകളും പരിശോധിക്കുന്നത് കണ്ടു. 2 കോടതികളിലും മുഴങ്ങിയ ചില വാദമുണ്ട്. അതിലപ്പുറം കോടതിയുടെ ചില നിരീക്ഷണങ്ങളുണ്ട്. ആദ്യ 2 കേസിലും ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് കോടതികൾ പറഞ്ഞു. ബലാത്സംഗം നിലനിൽക്കാത്ത 2 പരാതികൾ. ആ 2 പരാതികളിലും വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്ന പരാതിയും നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. ആദ്യ പരാതിയിൽ ഗർഭഛിദ്രത്തിന്
രാഹുൽ നിർബന്ധിച്ചോ എന്ന സംശയം മാത്രമേ കോടതി പ്രകടിപ്പിച്ചുള്ളൂ. രാഹുൽ നിർബന്ധിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തി എന്നൊന്നും കോടതിയുടെ ഫൈൻഡിങ്സിലില്ല. അപ്പോൾ ആദ്യ 2 പരാതിയും പൂർണ്ണമായും നിയമവ്യവസ്ഥയുടെ മുന്നിൽ തകർന്നടിഞ്ഞു. അവിടെയാണ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന 3-ാം പരാതി. നമ്മൾ ഈ പരാതി കെട്ടിപ്പൊക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഈ പരാതിയുടെ ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. ഒരു ലേമൻ എന്നുള്ള നിലയിൽ നമുക്ക് ഈ പരാതിയിലേക്ക് ഒന്ന് പെട്ടെന്ന് കണ്ണോടിക്കുമ്പോൾ ഒരുപാട് വൈചിത്ര്യങ്ങളും വൈരുദ്ധ്യങ്ങളും തോന്നും. അതുകൊണ്ടാണ് ഒരു അതിജീവിത എന്നൊന്നും നമുക്ക് ഈ പരാതിയിന്മേലുള്ള പരാതിക്കാരി അത്ര കണ്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ പരാതി മുഖ്യമന്ത്രിക്കുള്ള ഒരു പരിദേവനമാണ് എന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകർ പറയുന്നത്. ഇതാ രാഹുലിൻ്റെ അഭിഭാഷകരുടെ വാദം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ ഒരു വാദം, അത് ശരിക്കും നമ്മൾ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതാണ്. പ്രതിഭാഗത്തുള്ള കുറ്റാരോപിതനായി നിൽക്കുന്ന രാഹുലിനെ നമ്മൾ ഏതെങ്കിലും തലത്തിൽ ന്യായീകരിക്കണമോ എന്ന് പൊതുസമൂഹത്തിനൊരു സംശയം തോന്നാം. എന്നാൽ ഇവിടെ രാഹുലിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന ചില വാദം നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ അറസ്റ്റ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. പിന്നീടുള്ള ചോദ്യം ചെയ്യലും തുടർന്നുള്ള കസ്റ്റഡി അപേക്ഷയും പോലും നടപടിക്രമങ്ങളുടെ വീഴ്ചയുടെ തുടർച്ചയായി പോലീസ് ആവശ്യപ്പെടുമ്പോൾ അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതിക്കില്ല എന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. പക്ഷെ കോടതി റിമാൻഡ് ചെയ്ത കേസാണ്. കോടതിക്ക് മുൻപാകെ SIT ആവശ്യപ്പെട്ടത് 7 ദിവസത്തെ കസ്റ്റഡിയാണ്. 7 ദിവസത്തെ കസ്റ്റഡി എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നതെന്ന് കോടതിയിൽ SIT വ്യക്തമാക്കുന്നത്. ഒന്ന്, തിരുവല്ലയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നേരത്തെ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പറയുന്നൊരു മുറിയുണ്ട്. ആ ഹോട്ടലിലെ ചില തെളിവെടുപ്പുകളുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അടൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. പാലക്കാട്, കാരണം രണ്ട് പ്രദേശമാണ്. തിരുവല്ലയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകണമെങ്കിൽ 5-6 മണിക്കൂർ സമയം വേണം. അപ്പോൾ പാലക്കാട് എത്തിച്ച് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. പിന്നെ പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്നാണ് രാഹുലിനെ പിടിച്ചത്. നേരത്തെ താമസിച്ച ഫ്ലാറ്റുണ്ട്, പാലക്കാട് വിവിധ ഇടങ്ങളിലുണ്ട്. വടകരയിലൊരു ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തിച്ച് വിശദമായ ഒരു തെളിവെടുപ്പ് നടത്തണം. അത് ഒരു 3 ദിവസം കൊണ്ടൊന്നും തീർക്കാൻ കഴിയില്ല. കാരണം തിരുവല്ലയിൽ ഒരു ദിവസം, പത്തനംതിട്ട, അടൂര്, ഇങ്ങനെ അങ്ങ് ചെല്ലുമ്പോഴേക്കും പാലക്കാട് ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും 5-6-7 ദിവസം വേണം. ഈ ആവശ്യമാണ് SIT കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ കോടതി 3 ദിവസത്തേക്ക് വിട്ടു. 15-ാം തീയതി വൈകിട്ട് ഹാജരാക്കണം. ഇന്ന് ഓൾറെഡി 13-ാം തീയതിയായി. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് രാഹുലിനെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്താം. നാളെയും മറ്റൊന്നുമായി തിടുക്കത്തിൽ അത്യാവശ്യ ഇടങ്ങളിൽ ഒരു തെളിവെടുപ്പ് നടത്താം. രാഹുൽ ഈ കാര്യങ്ങളിൽ തൻ്റെ അഭിപ്രായം കോടതിയിൽ പറഞ്ഞു. രാഹുലിൻ്റെ അഭിഭാഷകൻ എന്തുകൊണ്ടാണ് SIT ഇത്തരമൊരു ആവശ്യം കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളും വ്യക്തമാക്കി. ഇതൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായാണ് രാഹുലിൻ്റെ അറസ്റ്റ്. അപ്പോൾ രാഹുലിനെ കേരളത്തിന് മുന്നിൽ ഒരു പ്രദർശന വസ്തുവാക്കണം SITക്ക്. പാലക്കാടൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് എന്ന പേരിൽ രാഹുലിനെ ഒന്ന് പ്രദർശിപ്പിച്ച് പരമാവധി നാറ്റിച്ച് പണ്ടാരമടക്കണം. അത് നമ്മുടെ വാക്കാണ്, കോടതിയിൽ ഉന്നയിച്ച വാക്കല്ല. അപ്പോൾ ഈ വാദം കോടതിക്ക് പ്രത്യക്ഷത്തിൽ ഗൗരവതരമാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വെറും 3 ദിവസത്തേക്ക് കോടതി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. അതും 2.5 ദിവസം നമുക്ക് പ്രാക്ടിക്കലി പറയാം, 3 ദിവസം എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ പാലക്കാടൊക്കെ പോയാൽ രാവിലെ തന്നെ ഇങ്ങ് തിരിച്ചു പോരേണ്ടി വരും. രാത്രി എപ്പോഴെങ്കിലും പോയി ഒരു തെളിവെടുപ്പൊക്കെ നടത്താനേ പറ്റൂ. പിന്നെ മറ്റൊരു വലിയ റിസ്ക് ഉണ്ട് ഈ ഭരണകൂടത്തിന്. ഈ രാഹുലിനെയുമായി പാലക്കാട്ടേക്കുള്ള ഒരു യാത്ര, അത് രാഹുൽ ഒരു പക്ഷേ അനുകൂലമാക്കിയെടുക്കും. അയാൾക്ക് അതിനുള്ളൊരു ബിരുദമുണ്ട്. അയാൾക്ക് വലിയൊരു ഷ്രൂഡ്നെസ് ഉള്ളൊരു പൊളിറ്റീഷ്യനാണ്. പല പ്രതികരണങ്ങളും ഈ തെളിവെടുപ്പിനായി പുറത്തേക്കൊക്കെ ഇറക്കുമ്പോഴേ മാധ്യമങ്ങൾ ഇടിച്ചുകൂടും. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഷോർട്ടായിട്ടുള്ള, തീവ്രതയുള്ള, ശക്തമായ പ്രതികരണങ്ങൾ നടത്താനുള്ള കഴിവുണ്ട്. ആ പ്രതികരണങ്ങൾ പല തലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു. അതിലൊന്ന്, പാലക്കാട് താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അന്വേഷണ സംഘത്തോട് തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു കുറ്റാരോപിതൻ്റെ വാക്കുകൾ. കുറ്റാരോപിതനെ നമുക്കിപ്പോൾ പറയാൻ കഴിയും. അതിൽ ഒരുപാട് മെസ്സേജുണ്ട്. പാലക്കാട് താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അത് കോൺഗ്രസിനുള്ളൊരു മെസ്സേജാണ്, പിണറായിക്കുള്ള മെസ്സേജാണ്, കേരളത്തിനുള്ളൊരു മെസ്സേജാണ്, അന്വേഷണ സംഘത്തിനുള്ളൊരു മെസ്സേജാണ്.
മറുവശത്ത് നമുക്കറിയാം രാഹുലിൻ്റെ നിയമസഭാ അംഗത്വം കളയാൻ സ്പീക്കർ ചില നടപടികൾ ആരംഭിച്ചിരുന്നു. അതും അടിമുടി പൊളിഞ്ഞടങ്ങി. സെക്രട്ടേറിയറ്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു വിരുദ്ധ നിലപാടെടുത്തിരിക്കുന്നു. കാരണം അത്ര എളുപ്പമല്ല ഒരാളുടെ നിയമസഭാ അംഗത്വം കളയുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും രാഹുൽ കുറ്റാരോപിതൻ മാത്രമാണ്. ആദ്യത്തെ 2 പരാതികളിൽ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ ഭാഗത്ത് നിയമപരമായ വലിയ വീഴ്ചകളില്ലെന്നാണ്. രാഹുൽ കാട്ടിയ ഒരു അമിത ആത്മവിശ്വാസത്തിന് പിന്നിൽ നിയമപരമായ വീഴ്ചകൾ തൻ്റെ ഭാഗത്ത് അധികമില്ല എന്ന് രാഹുൽ തിരിച്ചറിയുന്നുണ്ട്. വെറുപ്പിൻ്റെ അങ്ങേയറ്റം കുട്ടിശങ്കറിനോട് ഇഷ്ടം തോന്നി എന്നൊരു കുറിപ്പ് ഞാനിപ്പോൾ ഈ സമൂഹ മാധ്യമത്തിൽ ഇന്ന് രാവിലെ വായിച്ചു. ഇതാണിപ്പോൾ രാഹുലിൻ്റെ ഒരു കേരളത്തിലെ സ്ഥിതി. രാഹുൽ ധാർമ്മികമായി തെറ്റ് ചെയ്തു. രാഹുൽ ഇങ്ങനെ ഓരോരോ പെണ്ണുങ്ങളെ കടന്നു പിടിക്കുകയല്ല, ഓരോരോ പെണ്ണുങ്ങളിലേക്ക് പകർന്നാട്ടം നടത്താവോ പാടില്ല. ഇത്ര വലിയ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോകാവോ പാടില്ല. അപ്പോഴും ഇതൊക്കെ സമ്മതിക്കുമ്പോഴും ആളുകൾ ചോദിക്കുന്നു, അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, സ്ത്രീകളൊക്കെ അയാളിലേക്ക് ചെന്നതല്ലേ, ഇത്രയധികം അയാളെ വേട്ടയാടണോ? പിണറായിയെ വെല്ലുവിളിച്ചത് കൊണ്ടല്ലേ ഈ രാഹുലിനെ ഇങ്ങനെ രാഷ്ട്രീയ വേട്ട നടത്തുന്നത്? അത് ശരിയല്ല. പിണറായി വിജയൻ്റെ ഈ പോക്ക് ശരിയല്ല. പിണറായി വിജയൻ്റെ ഈ പക ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല തരംഗം ഇയാളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന ഈ ഘട്ടമുണ്ടല്ലോ, അത് ഒരു പക്ഷേ ഇയാൾക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കപ്പെടാൻ ഇടവരും. ഈ ഒരു കസ്റ്റഡിയിൽ പാലക്കാട്ടേക്ക് ഇയാളെ പ്രദർശന വസ്തുവാക്കി കൊണ്ടുപോയി തിരിച്ച് പോലീസ് അന്വേഷണ സംഘം മടക്കി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവരുന്ന ഈ മണിക്കൂറുകൾ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മൈലേജ് ചിലപ്പോൾ കൂട്ടും. പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാമെന്നുള്ള ആത്മവിശ്വാസം അയാളിൽ കൂടുതൽ ശക്തമാകും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഇന്ന് വലിയ ജനസഞ്ചയമാണ്. ഒരു വശം നിറയെ DYFI യുവമോർച്ച പ്രവർത്തകർ. രാഹുലിനെ ഒരു കാരണവശാലും രാഹുൽ MLA സ്ഥാനം രാജിവെക്കാതെ കോടതി കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല എന്നാണ് DYFI പറയുന്നത്. അപ്പോൾ അവർക്ക് നേരെ നോക്കി ഒരു ചെറു പുഞ്ചിരിയാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. മറുവശത്ത് അതിനു പുറകിൽ വലിയൊരു ജനസഞ്ചയം രാഹുലിന് മുദ്രാവാക്യം മുഴക്കി നിൽക്കുന്നു. ഇതിപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തും കാണാം. അത് തിരുവല്ല കോടതി മുറിക്ക് മുന്നിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ ഒരു കൂട്ടം ആളുകളെ നിസ്സംഗരാക്കി മാറ്റി കോൺഗ്രസ്സിന് ഏതെങ്കിലും തലത്തിൽ പാലക്കാട് ഒരു തോൽവി ഏൽക്കേണ്ടി വന്നാലോ, അപ്പോൾ രാഹുൽ ഇഫക്റ്റ് മറ്റൊരു തലത്തിൽ അത് കോൺഗ്രസ്സിനെ ബാധിക്കും, പിണറായി വിജയനെയും ബാധിക്കും. പാലക്കാട് താൻ വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് രാഹുലിനുള്ളത്. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. രാഹുലിൻ്റെ ഒരു ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന തന്നെ ഇനി എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് 3ാം പരാതിക്കാരിയോട് രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതേ ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ചോദിക്കുന്നു. ഏറ്റവും എക്സ്ട്രീം തലത്തിൽ ഞാൻ സമ്മർദ്ദത്തിലാണ്. ഇവിടെ നിന്ന് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്ക് ജയം മാത്രമേ സൊല്യൂഷനുള്ളൂ. അയാൾ കസ്റ്റഡിയിൽ പൊട്ടിക്കരയുന്നില്ല. അയാൾ കോടതിക്ക് മുന്നിൽ കണ്ണ് കലങ്ങി താഴേക്ക് വീഴുന്നില്ല. അയാളെ പോലീസ് സംഘം പിടികൂടി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രക്തസമ്മർദ്ദം ഉയർന്നോ, അയാളുടെ ശ്വാസം ഇടയ്ക്കിടെ ഇല്ലാതായോ, അയാൾ നിലത്തേക്ക് കമന്നഴിച്ച് വീഴുന്നില്ല, വൈദ്യസഹായം ആവശ്യപ്പെടുന്നില്ല. കോടതി ഇന്ന് ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉപദ്രവിച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. പോലീസിൻ്റെ ഭാഗത്തെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഡീസൻ്റായിട്ടാണ് പോലീസ് എന്നോട് പെരുമാറിയത്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടി തെറ്റാണ്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. അയാളുടെ വാക്കുകളുടെ ഒരു ക്ലാരിറ്റി, അയാളുടെ ഒരു ഷ്രൂഡ്നെസ്, അത് നമ്മൾ ഇത്തരം വേളകളിൽ പരാമർശിക്കാതെ പോയാൽ, കുറ്റാരോപിതൻ എന്ന പേരിൽ അയാളെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അതൊരു ജനാധിപത്യപരമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒരു കുറ്റാരോപിതനാണ്, ശരിയാണ്. 3 സ്ത്രീകളുമായുള്ള അയാളുടെ ബന്ധം അതിന് അഭിഹിതമെന്നൊന്നും നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇയാളെ സംബന്ധിച്ച് ഇയാൾ മാരീഡല്ല. മറ്റ് 2 സ്ത്രീകൾ വിവാഹിതരാണ്. ചർച്ചയിൽ എപ്പോഴും ഈ രാഹുൽ വിവാഹിതനല്ല, അയാൾ ബാച്ചിലറാണ് എന്ന് സാർ എടുത്തെടുത്ത് പറയുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ എന്തും അങ്ങ് ചെയ്യാമെന്നാണോ? അയാൾ ബാച്ചിലറാണെങ്കിൽ അയാളുടെ വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിൽ? അല്ല, അയാളെ സംബന്ധിച്ച് അയാൾ വിവാഹിതനല്ല എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ലൈസൻസ് അല്ല. പൂർണ്ണമായും സ്ത്രീകളെ പ്രാപിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. പ്രശോഭ പറയുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു.
പക്ഷേ അയാളിലേക്ക് ചെന്ന ഈ പരാതിക്കാരുടെ ഈ പരാതി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില ബോധ്യങ്ങളുണ്ട്. ഒന്നാം പരാതിക്കാരിയും മൂന്നാം പരാതിക്കാരിയും വിവാഹിത ആണ്, വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കവെയാണ് അവർ രാഹുലിലേക്ക് ചെല്ലുന്നത്. ഇഷ്ടം കൊണ്ടാവാം, ആരാധന കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ സ്വകാര്യ പ്രശ്നങ്ങൾ കൊണ്ടാവാം. പക്ഷെ അവർ രണ്ടുപേരും ഉയർത്തുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, തങ്ങൾക്ക് ഭർത്താവുമായി പൊരുത്തക്കേടുകൾ വന്നു. അപ്പോൾ അവർ രണ്ടു പേരിലും കോമൺ ആയിട്ടുള്ള ചില എലമെൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഭർത്താവുമായി ചില പൊരുത്തക്കേടുകൾ ഉണ്ടായപ്പോൾ ആ പൊരുത്തക്കേട് എവിടെയാണ്? ഒരു ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുണ്ടാകുന്നത് ചിലപ്പോൾ സ്വഭാവത്തിലാവാം, അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ജീവിതത്തിലാവാം. ഇവിടെ ലൈംഗിക ജീവിതത്തിലാണോ ഈ പൊരുത്തക്കേടുകൾ ഇത്രയധികം രൂക്ഷമായതെന്ന് നമ്മൾ സംശയിക്കാനുള്ള കാരണം ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് ചാടിക്കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടം എന്ന അവിവാഹിതൻ ഇത്തരം ലൈംഗിക തൃഷ്ണയുള്ള ആളാണ് എന്നിരിക്കട്ടെ, അയാളിലേക്ക് ചെല്ലുകയാണ് ഇവിടെ ആളുകൾ. അയാളിലേക്ക് ചെല്ലുന്നു എന്നതുകൊണ്ട് അയാൾക്ക് പ്രാപിക്കാനുള്ള ലൈസൻസ് അല്ല, പൂർണ്ണമായിട്ടുമല്ല. പക്ഷേ അത് ഒരു വലിയ പ്രലോഭനമാണ്. അത്തരം പ്രലോഭനങ്ങളിൽ ഇയാൾ ഉൾപ്പെടാൻ പാടില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ അയാളുടെ അക്കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ വയ്യ. പക്ഷേ അയാളുടെ വീഴ്ച ഒരു പരിധിവരെ വ്യക്തിപരമാണ്. അത് അയാളുടെ ഒരു സ്വകാര്യതയിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇവിടെ പരാതി എങ്ങനെ രൂപപ്പെടുന്നു? രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, അവരുടെ ലൈംഗിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇന്ത്യൻ ഭരണഘടന ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവർക്ക് പരിപൂർണ സമ്മതമുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് അനുമതി നൽകുന്നുണ്ട്. ആ അനുമതി നമുക്ക് മുന്നിലുണ്ട്. അതാണ് നിയമപരിരക്ഷ. ആ രാഹുലിന് നിയമപരിരക്ഷയുണ്ട്. അപ്പോഴും പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു പോക്സോ കേസ് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ തലം മാറുകയല്ലേ? വരട്ടെ. ഈ മൂന്നാം പരാതി എന്ന് നമ്മൾ ആദ്യം ഒരു ഊഹാപോഹമെന്നായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ ആ മൂന്നാം പരാതി വന്നു. മൂന്നാം പരാതി വന്നതെങ്ങനെ? ഒന്നാം പരാതി വന്നപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതിൻ്റെ ഒരു ടൈമിങ് മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഒരു പരാതി ഒരു പരാതിക്കാരി കൊടുക്കുന്നു, മാധ്യമങ്ങളെല്ലാം വിളിച്ചു ചേർക്കുന്നു, പെട്ടെന്നൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, കാണ്ടിളക്കി രാഹുൽ വേട്ട തുടങ്ങുന്നു. അസ്വാഭാവികത വ്യക്തമായിരുന്നു. ആദ്യ പരാതി കോടതിയിലെത്തി, കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെയാണെങ്കിൽ തൊട്ട് തലേന്ന് വൈകിട്ടാണ് രണ്ടാം പരാതി ബംഗളൂരുവിൽ നിന്ന് അതിമാരകമായി കേരളത്തിലൊരു ബോംബ് പോലെ പൊട്ടി വീഴുന്നത്. അപ്പോൾ രണ്ടാം പരാതിയുടെ ടൈമിംഗ്, മൂന്നാം പരാതിയുടെ ടൈമിംഗ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കേരളം സ്വർണ്ണക്കൊള്ളയിൽ അന്തം വിട്ട് അടുത്തത് മന്ത്രി വീഴുമോ, മന്ത്രിയേക്കാൾ വലിയ ആൾ വീഴുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളിലൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആ വാർത്ത വരും എന്ന് നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ ഇതാ പൊട്ടി വീണിരിക്കുന്ന മൂന്നാം പരാതി. ആ ടൈമിംഗ് നമുക്ക് വലിയ സംശയങ്ങളുണ്ടാക്കുന്നു. ഇവിടെ മാധ്യമങ്ങളുടെ റോളൊന്നും എടുത്ത് ഞാൻ ആ മനോരമ മാതൃഭൂമിയൊക്കെ ഇന്നലത്തെ കണ്ടിട്ട് ഞെട്ടിപ്പറിച്ചു പോയി. 1, 2, 3 രാഹുലിന് വിലങ്ങ് വീണു എന്നും പറഞ്ഞ് മനോരമയുടെ ഫ്രണ്ട് പേജ് നിറച്ച് കേരളത്തിൽ ബോംബ് സ്ഫോടനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാർത്താ റിപ്പോർട്ടിങ്. അപ്പോൾ ഇതിലെന്തൊക്കെയോ ചില പ്ലാനിങ് ഉണ്ട്. കാരണം ഈ ഒരു മൂന്നാം പരാതി എടുക്കുന്നത്, ഒരു ലൈംഗിക പീഡന കേസിൽ ഒരു MLA-ക്കെതിരെയുള്ള മൂന്നാം പരാതിയാണ്. അതൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു കൈയടക്കമൊക്കെ പാലിക്കണം. അകത്തെ പേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ താഴെ ഒരു ക്വാർട്ടർ പേജ് കൊടുക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നീട് വലിയ ഒരു വായനക്കാരെ കിട്ടുമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് വെൽ പ്ലാന്റഡ് ഓപ്പറേഷനായിരുന്നു. മാങ്കൂട്ട ഓപ്പറേഷൻ, അതിന് ഒരു വളരെ ശക്തമായ പ്ലാനിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് രാവിലെ 7:30 പത്തനംതിട്ട എയർ ക്യാമ്പിൽ പൂങ്കുഴലി ചോദ്യം ചെയ്യാൻ എത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കുമൊക്കെ എങ്ങനെ കൃത്യമായ സ്ക്രിപ്റ്റഡ് വെർഷൻ കിട്ടി? എൻ്റെ മൊബൈലിലും വന്നു, വാട്സാപ്പിൽ. എന്താണ് പരാതി? എങ്ങനെയാണ് രാഹുൽ കുടുങ്ങിയത്? എത്ര ശാസ്ത്രീയമായാണ് പോലീസ് ഓപ്പറേറ്റ് ചെയ്തത്? ഇത് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ഏതോ കേന്ദ്രങ്ങൾ? അപ്പോൾ രാവിലെ 7:30 എല്ലാ മാധ്യമങ്ങൾക്കും ഇത്തരം സ്റ്റോറി വളരെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം വരെ അതിന് പിന്നിലുണ്ട്. അപ്പോൾ രാഹുൽ എന്ന വ്യക്തി ധാർമ്മികമായി വീഴ്ചകൾ സംഭവിച്ചു എന്നിരിക്കട്ടെ, അയാളെ നിയമപരമായി നേരിടണം. അതിന് പരാതിക്കാർക്ക് പോലീസിൽ കൊടുക്കാം, പോലീസിനെ വിളിപ്പിച്ചു വരുത്താം, ചോദ്യം ചെയ്യാം.
എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം, കോടതിയിൽ ഹാജരാക്കാം, അവിടെ കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാം. അതിനുശേഷം നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പോകണം. അതിന് പകരം പിണറായി എന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ സ്ത്രീ പീഡനങ്ങളുടെ പേരിൽ, ബലാത്സംഗങ്ങളുടെ പേരിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചവൻ എന്ന നിലയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃത കുറ്റവാളി എന്ന് മുദ്രകുത്തി അവനെ അതിഭീകരമായി വേട്ടയാടുമ്പോൾ അതിനെതിരെ ഒരു പൊതുബോധം ഉണരുന്നത് സ്വാഭാവികമല്ലേ? പക്ഷേ ഈ ലൈംഗിക വൈകൃതം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം വ്യക്തമാകുന്നില്ല. ഇത് വൈകൃതമെന്ന് നമുക്ക് 60 വയസ്സ് വരെയുള്ളവർക്ക് അതൊക്കെ ഇതെല്ലാം ഊഹാപോഹങ്ങൾ, ആരോപണങ്ങളുമാണ്. ആ ഊഹാപോഹവും ആരോപണം വരുമ്പോൾ ഈ 3 പരാതിക്കുമുള്ള ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കുക. ഈ പരാതികളൊക്കെ ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെ. ഇയാൾ ഒരു ലൈംഗിക പീഡകനാണെന്നിരിക്കട്ടെ, ഇത്ര വലിയൊരു ക്രിമിനലാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്കാരികൾക്ക് ആദ്യ ദിവസം തന്നെ ഇയാളെ തള്ളി മാറ്റി ഇയാളുടെ മുഖത്ത് അടി കൊടുത്ത് സമൂഹത്തോട് ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നില്ല. അവരൊക്കെ ഇയാളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചതെന്തിന്? ഇവന് സമ്മാനങ്ങൾ കൊടുത്തതെന്തിന്? ഉപകാരങ്ങൾ കൊടുത്തതെന്തിന്? പണം കൊടുത്തതെന്തിന്? ഇതെല്ലാം കഴിഞ്ഞ് വിവാഹ വാഗ്ദാന ലംഘനം നടത്തിയെന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് ഒരു വ്യക്തിപരമായ പകയല്ലേ? ഒരു 2 വ്യക്തികൾ തമ്മിൽ വ്യക്തിപരമായ പകയുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ഇടപെട്ട് ഒരു ഭാഗം ചേരുന്നത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? ഇയാളൊരു ലൈംഗിക കുറ്റവാളിയാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടട്ടെ. അതിലൊരു വളരെ ആരോഗ്യപരമായ സംവാദം നടക്കട്ടെ. ഇവിടെ ഈ പറയുന്ന പോലെ ഈ ചില പോസ്റ്റുകൾ വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് സ്നേഹം തോന്നുന്നു എന്നുള്ള പോസ്റ്റുകൾ വരുമ്പോൾ തൊട്ടിപ്പുറത്ത് മറ്റൊരു വിഭാഗം അതിശക്തമായി കളങ്കാവലിലെ മമ്മൂട്ടിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതും ഒരു ക്രിമിനൽ ചിരിയായിരുന്നു. അല്ല, എല്ലാ ക്രിമിനലുകൾക്കും ഒരു വല്ലാത്ത ചിരിയുണ്ട്. എല്ലാ നിഷ്കളങ്ക ചിരികൾക്ക് പിന്നിലും ഒരു ക്രിമിനൽ ഭാവവുമുണ്ട്. ഈ ഇതൊന്ന ഭാവം മനുഷ്യ ജന്മങ്ങളിലെല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്ന് അവൻ്റെ ചിരിയെ വിലയിരുത്താൻ നമുക്ക് അർഹതയില്ല. നമുക്ക് പുറത്തു നിന്ന് ഒരാളുടെ ക്രിമിനൽ ഭാവം വിധി നിർണ്ണയിക്കാനും പൂർണ്ണ അവകാശമില്ല. കാരണം നമ്മൾ അറിയുന്നതിനപ്പുറമാവും പല സത്യങ്ങളും. ആ സത്യങ്ങൾ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പോലീസ് സംവിധാനത്തിനുണ്ട്. ഇതിൽ സ്റ്റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടരുത്. ഇപ്പോൾ ഇവിടെ ആരാ ഇതിൻ്റെ മുഖ്യ നിരയിൽ നിന്നൊരു പോരാളിയായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നൊരു കപ്പ് പിടിച്ചിരിക്കുന്നു. ഇന്നലെ വേറൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി കപ്പ് പിടിച്ചിരിക്കുന്നത് ഏതോ ഒരു സ്ത്രീകളൊക്കെ എടുത്ത് അതിനെ പുകഴ്ത്തുന്നു. അപ്പോൾ ആലങ്കാരികമായി മുഖ്യമന്ത്രി കപ്പിൽ എഴുതിയിരിക്കുന്നത് ഈ 1ാം പരാതിക്കാരി കഴിഞ്ഞ ദിവസം രാഹുൽ അറസ്റ്റിലാകുമ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിലെ ഒരു വാചകമാണ് ഈ കപ്പിലുള്ളത്. ഞാൻ അത്രയും തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു PR-ൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ആ 1ാം പരാതിക്കാരി ഒരു വാചകം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകമെടുത്ത് പെട്ടെന്ന് തന്നെ ഈ കപ്പുണ്ടാക്കുന്ന കമ്പനി കൊടുത്ത് ആ വാചകം അതിൽ അച്ചടിപ്പിച്ച് മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിന് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൈ കൊണ്ടുപോയി കൊടുത്ത് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊക്കിപ്പിടിക്കണം എന്ന് പറയുന്നതിൽ ഒരു സ്റ്റേറ്റിൻ്റെ പകയില്ലേ? ഒരു ഭരണാധികാരിയുടെ പകയില്ലേ? ഏതൊരു കുറ്റവാളിക്ക് നേരെ നമ്മൾ പകയോടെ നോക്കിക്കാണരുത്. അതുകൊണ്ടല്ലേ ഗോവിന്ദച്ചാമിക്ക് വരെ സ്റ്റേറ്റ് ഒരു അഭിഭാഷകനെ വെച്ച് കൊടുത്തത്. ഗോവിന്ദച്ചാമിക്ക് പിന്നീട് പണം കൊടുത്ത് മുംബൈയിൽ നിന്ന് അഭിഭാഷകരെത്തി, അത് 2ാം ഭാഗം. പക്ഷേ ഏതൊരു ക്രിമിനലിനും ഏതൊരു കുറ്റവാളിക്കും അവൻ്റെ അഭിഭാഷകനെ വെക്കാനുള്ള പണം കയ്യിലില്ലെങ്കിൽ സ്റ്റേറ്റ് അവന് വേണ്ടി വാദിക്കാൻ എൻ്റെ അഭിഭാഷകനെ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ആരെയും കുറ്റവാളിയെന്ന് വിധിയെഴുത്താൻ കഴിയില്ല. അന്തിമമായി നമ്മുടെ നിയമവ്യവസ്ഥ പറയട്ടെ. പക്ഷേ ഇവിടെ ഇത്തരം കപ്പുകളൊക്കെയായി കുറേ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെയായി ഒരു കൂട്ടം ആളുകൾ പുറത്തിറങ്ങി വെല്ലുവിളിക്കുന്നു, പരസ്പരം പകയോടെ സംസാരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്, പക. അത് ഒരു സ്റ്റേറ്റ് പകയോടെ ഒരു വ്യക്തിയുടെ നേരെ തിരിയുമ്പോൾ, സ്റ്റേറ്റിനെ വിമർശിച്ച ആളുടെ നേരെ തിരിയുമ്പോൾ, ഒരു ഭരണകൂട അടയാളത്തിന് നേരെ അതിശക്തമായി ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയെ വേട്ടയാടുമ്പോൾ പൊതുസമൂഹം അയാളോടൊരു അനുഭാവം പ്രകടിപ്പിക്കും. അത് സ്വാഭാവികതയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ
കോൺഗ്രസിലുള്ളവർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുമ്പോൾ അതിൻ്റെ ഒരു ആക്കം കൂടുകയാണ്. കാരണം ഇന്നിപ്പോൾ VM സുധീരൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്നാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ല കരുതി വെച്ചിരുന്നത്, JS അഖിലിനെയാണ് എന്ന് VM സുധീരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തെയും ചതിച്ച ഒരുത്തൻ എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ആ പാർട്ടിയിൽ നിന്ന് പോലും അവരും തള്ളിപ്പറയുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, ഇന്നിപ്പോൾ ശ്രീനാദേവിയെ പോലെയുള്ള ആൾക്കാർ മാത്രമാണ് രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നത്. പിന്നെ VM സുധീരന് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ യോഗ്യതയുണ്ട്. കാരണം പാർട്ടിയെ ചതിക്കാത്ത ആളാണ്. സാൻമാർഗിക കാര്യങ്ങളിൽ ഏറ്റവും ഒരു ഉദാത്ത മാതൃകയാണ്. അതിലപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള പോരാളികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കാൻ തനിക്ക് ആശയപരമായ യോഗ്യതയുണ്ട് എന്നൊക്കെ ഒരു ധാരണയുള്ള ആളാണ്. VM സുധീരനൊക്കെ ഈ വിരൽ ചൂണ്ടുമ്പോൾ ഒരു 4 വിരലൂടെ ബാക്കിയുണ്ട് എന്നൊന്ന് ചിന്തിക്കണ്ടേ? പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കണ്ടേ? ഈ പാർട്ടിയെ ഏറ്റവും അധികം കുത്തി നോവിച്ചത് ആരാണ്? 2016 VM സുധീരൻ പിന്നിൽ നിന്ന് കുത്തി ഒരു പ്രസ്ഥാനത്തെയാണ് ഇല്ലാതാക്കിയത്. അവിടെയാണ് കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അന്ന് VM സുധീരനെ കൊണ്ട് കളിപ്പിച്ചത് AK ആന്റണിയാണ്. അത് ഉമ്മൻചാണ്ടിയോടുള്ള പകപോക്കലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും തിക്താനുഭവം ഇതുവരെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സാൻമാർഗിക പാതയെക്കുറിച്ച് ഉപദേശിക്കാൻ ഇവർക്കൊക്കെ യോഗ്യതയുണ്ടോ എന്ന് അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തട്ടെ. ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളികളേ ഉള്ളൂ. അത് നമുക്ക് അതിൻ്റെതായ തലത്തിൽ കണ്ടാൽ മതി. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പലരുടെയും അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ചാണ്ടി ഉമ്മനെ പോലും ഉയർന്നു വരാതിരിക്കാൻ പല നീക്കങ്ങൾ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് അത് വഴിമാറുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലപ്പോൾ ഉമ്മൻചാണ്ടി ഒരു വൈകാരിക സ്നേഹമാണ് കോൺഗ്രസിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ നിന്നിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ അദ്ദേഹത്തെ പോലും ചതിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് മാറാൻ കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പലരും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ആ ഒരു ഭയം കൊണ്ടായിരിക്കാമോ? ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്ന് കുത്തിയ ഒരു കഥാപാത്രം VM സുധീരനാണ്. VM സുധീരൻ്റെ ചതിവ് അത് ഒരിക്കലും ഉമ്മൻചാണ്ടി മരിക്കുന്നവരെ മറന്നിട്ടുണ്ടാവില്ല. പിന്നെ രാഹുൽ ഒരു ഷ്രൂഡ് പൊളിറ്റീഷ്യനാണ്. ഒരുപാട് പേരെ വെട്ടിയൊക്കെയാണ് രാഹുൽ കയറി വന്നത്. അത് അയാളുടെ ആ രാഷ്ട്രീയ ശൈലിയാണ്. അയാളൊരു പോരാളി ആയതുകൊണ്ടാണല്ലോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നിലയിലേക്ക് വളർന്നത്. രാഷ്ട്രീയത്തിൽ പോരാളികളെയാണ് പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നത്. അയാളുടെ ആ ഒരു യോദ്ധാവിൻ്റെ ശൈലി അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ജനങ്ങൾ ഇപ്പോഴും അയാളെ ഏതെങ്കിലും തലത്തിൽ പുകഴ്ത്തുന്നത്. അതുകൊണ്ടല്ലേ ഈ ഭരണകൂടം ഇയാളെ ഭയക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു ഭരണകൂട അടയാളമായി നിൽക്കുന്ന മുഖ്യമന്ത്രി ഇയാൾ പ്രതിയായ കേസിൽ ഇരയാക്കപ്പെട്ട ഒരു കുട്ടി പറഞ്ഞ വാക്ക് അതൊരു കപ്പിലെഴുതി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അത്രയേറെ ഭരണകൂടം തൻ്റെ പ്രതിയോഗിയെ ഭയക്കുന്നു. ആ പ്രതിയോഗിയെ വീഴ്ത്താൻ ശ്രമിക്കുന്നു. ഒരു ദുർബലനായ അടൂരുകാരൻ ചെറുപ്പക്കാരനാണ്. അയാൾക്കൊരു MLA പട്ടം കിട്ടുന്നത് ഈ അടുത്ത കാലത്താണ്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് വീഴ്ചയുണ്ട്. അയാളുടെ സാൻമാർഗിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇതൊക്കെ സത്യമാണ്. അതൊക്കെ വസ്തുതകളായി നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണണം. രാഷ്ട്രീയ വേട്ടയാടലുകളെ അതിൻ്റേതായ തലത്തിൽ കാണണം. അവിടെ കോൺഗ്രസിനും വലിയ പാളിച്ചകൾ സംഭവിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന് ഒരു വലിയൊരു ഭരണവിരുദ്ധതയുള്ളത് കൊണ്ട് ഒരാൾക്കൂട്ടം കോൺഗ്രസിനൊപ്പം അങ്ങ് ചെന്ന് ചേരുന്നതാണ്. കോൺഗ്രസ് ആളുകളിലേക്ക് വരുന്നതല്ല. ആൾക്കൂട്ടം അവർക്കൊപ്പം ഓടിയെത്തുകയാണ്. കോൺഗ്രസ് മുന്നിൽ ഓടുകയാണ്. അവർക്കൊപ്പം ഒരു വിധത്തിലാണ് ആൾക്കൂട്ടം ഓടി നിൽക്കുന്നത്. അതിനിടയിൽ ഇത്തരം രാഹുലുമാരെ അവർ വലിച്ചെറിയുമ്പോൾ കുറേ ആൾക്കൂട്ടം രാഹുലിൻ്റെ പിന്നാലെ പോകും. ഇവിടെ നമ്മൾ രാഹുൽ വിഷയത്തിൽ ഭരണകൂട വേട്ടയാടൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരും വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ പലരും ജനങ്ങളിൽ നിന്നൊരു പ്രതികരണം വരുന്നത് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്നു. രാഹുലിനെതിരെ ഇത്രത്തോളം വാർത്തകൾ പ്രചരിപ്പിക്കാൻ റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ രാഹുൽ അതിജീവിതമാർക്കെതിരെ പറഞ്ഞ ഓരോ വാക്കുകൾ ശരി തെറ്റ് എന്നൊക്കെ ഇട്ട് റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് പല ചാനലുകളും സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കുന്നു. അപ്പോൾ അത്തരത്തിൽ രാഹുലിനെ മാധ്യമങ്ങൾ എന്തിനിത്ര വേട്ടയാടുന്നു എന്നുള്ള ഒരു ചോദ്യവും വരുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അത് അത്ര നിസ്സാരമല്ല. ഈ ഭരണകാലഘട്ടത്തിൽ
തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഈ മാധ്യമ ലോബികൾ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭരണ സംവിധാനം. കാരണം ഭരണകൂട ആനുകൂല്യങ്ങൾ കൊടുത്ത് ഭരണത്തിൻ്റെ തണൽ പറ്റി ഒരുപിടി ആളുകൾ ഈ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർ ധരിക്കുന്നത് അവർ ഒരുമിച്ച് രചിക്കുന്ന സ്ക്രിപ്റ്റുകൾക്കനുസരിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം നീങ്ങുമെന്നാണ്. അത് ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഇത് സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ വിസ്ഫോടനത്തോടെ നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഒരു സ്ക്രിപ്റ്റഡ് പോയിന്റിൽ ആളുകൾ ചിന്തിക്കത്തില്ല. പണ്ടൊക്കെ പത്രങ്ങൾ മാത്രമുണ്ടായിരുന്നപ്പോൾ പത്രത്തിൽ വരുന്ന ലേഖനങ്ങൾ മാത്രമേ അവർക്ക് ഒരു വാർത്താ ഉപാധിയായിട്ടുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്ന് പ്രക്ഷോഭയ്ക്കും എനിക്കും ഒക്കെ സത്യം വിളിച്ച് പറയാം. മറുവശത്ത് സാധാരണ ആളുകൾക്കൊക്കെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സത്യം വിളിച്ച് പറയാം. നല്ല സ്പന്ദിക്കുന്ന സത്യങ്ങൾ വലിയ വൈറലാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ. ഇത് പലപ്പോഴും ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. ഇവർ സൃഷ്ടിച്ചെടുത്തൊരു പൊതുബോധവും സാൻമാർഗികതയും സദാചാര ചിന്തകളുമൊക്കെ ഉണ്ട്. എപ്പോഴും ഒരു ആക്രമണത്തിന് സദാചാരത്തിൻ്റെ ഒരു എലമെൻ്റ് കിട്ടിയാൽ അതിനൊരു പൊതു സ്വഭാവം വരും. കാരണം സദാചാര വിരുദ്ധനായ ഒരുത്തനെ ആക്രമിക്കാൻ ഒരു പൊതു ശത്രുവായി കിട്ടിയാൽ എളുപ്പമാണ്. ഈ സദാചാരത്തിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ അയാളെ സഹായിക്കാൻ ഇറങ്ങിയാൽ അവരെ അപ്പോൾ തന്നെ വേട്ടയാണ്. മറുവശത്ത് അയാളെ അനുകൂലിക്കുന്നവരെ ഇവനൊക്കെ സദാചാര വിരുദ്ധരാണ്, ഇത്തരം അസന്മാർഗിക ജീവിതം നയിക്കുന്നവരെ പുകഴ്ത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്താം. അപ്പോൾ ഇതൊരു വലിയ വിപ്ലവത്തിൻ്റെ ഭാഗമായി അതിജീവിതകൾക്ക് വേണ്ടി ഒരുമിച്ച് ചേരുന്ന, അതിജീവിതകളെ ഉയർത്തിക്കാട്ടി ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. ആ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ആ എക്കോ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്, ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഒരു കേസ് അത് ചിലർക്കൊരു പൊൻതൂവലായിട്ട് നിലനിർത്തണം. അപ്പോൾ അതിനൊരു എക്കോ സിസ്റ്റമാണ്. ആ എക്കോ സിസ്റ്റത്തിൽ മാധ്യമങ്ങളുണ്ട്, ഭരണകൂടമുണ്ട്, ഒപ്പം പോലീസ് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ചേർന്നൊരു സംഗതിയാണ്. അതിങ്ങനെ നിലനിൽക്കട്ടെ. കാരണം ഇത് എല്ലാം വേണം. ആ ഒരു എക്കോ സിസ്റ്റം അവരവരുടെ നിലപാടെടുക്കട്ടെ. മറുവശത്ത് സ്വതന്ത്ര നിലപാടുള്ള ഒരു പൊതുസമൂഹം ഉയർന്നു വരട്ടെ. അവർ തമ്മിലുള്ള ഒരു ആശയ പോരാട്ടത്തിൽ സത്യം തെളിഞ്ഞു വരട്ടെ. എന്തായാലും രാഹുൽ വിഷയത്തിൽ രാഹുലിനെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് ഒരു തിരിച്ചടിയല്ല. അയാൾക്കും പറയാൻ അവസരമുണ്ട്. അതിന് കേരളത്തിൻ്റെ സമൂഹം അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഭരണകൂടം, പിണറായി വിജയനെ പോലെ ഒരാൾ ഒരു ചെറുപ്പക്കാരനായ ഒരു MLA വേട്ടയാടുന്നു, അയാളെ ഇല്ലാതാക്കാൻ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടി ഒതുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ഒരു ബോധം അത് ജനങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ് രാഹുലിന് ഈ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പറയുന്നു അയാൾ ഒരു ലൈംഗിക വൈകൃതത്തിനുടമയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് അയാളത് തള്ളിപ്പറയുന്നുമില്ല. അപ്പോൾ ഒരു MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി തീരുമാനിക്കട്ടെ അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം. അവസാനം പ്രക്ഷോഭമൊക്കെ പറഞ്ഞു വെച്ചു.